ഹായ് ഫ്രണ്ട്സ്, ഇപ്പോൾ സമയം രാത്രി 2 മണി കഴിഞ്ഞ് 20 മിനിറ്റ്. നിങ്ങളൊന്ന് ഓർത്തു നോക്കുക, ഈ ഒരു സമയത്ത് ഞാൻ എണീറ്റിരുന്ന് നമുക്ക് വേണ്ടി വീഡിയോ തയ്യാറാക്കുന്നത് നമ്മുടെ വിജയത്തിന് വേണ്ടിയാണ്. നിങ്ങൾ എന്തായാലും എന്നോട് നീതി പുലർത്തേണ്ടിയിരിക്കുന്നു. തീർച്ച നിങ്ങൾ എന്നോട് നീതി പുലർത്തിയേ തീരൂ. ഒന്ന് ഓർത്തു നോക്കി, നമ്മുടെ കൂട്ടത്തിൽ പലരും നമ്മെ തളർത്താൻ വേണ്ടി പലതും പറയും. ഇങ്ങനെ ഞാൻ പറയാൻ കാരണം, ചിലപ്പോൾ ചില ആളുകൾ പറയും PSC പരീക്ഷ അതൊക്കെ ഭാഗ്യമാണ്, അല്ലെങ്കിൽ നമുക്കൊന്നും പറഞ്ഞതല്ലാതെ അതൊക്കെ നന്നായിട്ട് പഠിക്കുന്ന കുട്ടികൾക്കുള്ളതാണ്. ഇങ്ങനെയൊക്കെ പറയും. പക്ഷേ ഈ തളർത്തുന്ന വാക്കുകളിൽ നിന്ന് നിങ്ങൾ അതിനെ പോസിറ്റീവായിട്ട് ഓരോ സെക്കൻഡിലും കാണുക. കാരണം നിങ്ങളുടെ കൂടെ ഞാനും സഞ്ചരിക്കുന്നു. നമ്മൾ ഒരുമിച്ചാണ് സഞ്ചരിക്കുന്നത്. ഞാൻ എൻ്റെ അലാം അടിച്ചു 2 മണിക്ക്. തുടർന്ന് ഞാൻ മുഖമെല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കി വന്നിവിടെ ഇരുന്നു. അപ്പം നിങ്ങൾ എന്തായാലും എന്നോട് നീതി പുലർത്തണ്ടേ? നീതി പുലർത്തിയേ തീരൂ. ഓക്കെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കമ്പാരിറ്റീവ് ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ എന്താണെന്ന് നോക്കാം. ഇംഗ്ലീഷിലെ ഒരു പ്രധാന ടോപ്പിക്കാണ്. മിക്ക PSC പരീക്ഷകളിലും കണ്ടിട്ടുള്ളതാണ് ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ. ഓക്കെ, ഇവിടെ നമ്മൾ പറയുന്നത്, ഇപ്പൊ നമുക്കറിയാം, നാമവിശേഷണത്തിന് അഡ്ജക്റ്റീവ് എന്ന് പറയും, ക്രിയാവിശേഷണത്തിന് അഡ്വർബ് എന്ന് പറയും. ഇവയാണ് ഡിഗ്രീസ് ഓഫ് കമ്പാരിസണിൽ വരുന്ന വാക്കുകൾ. ഇവ 3 തരത്തിലുണ്ട്. ഒന്ന് പോസിറ്റീവിലെ വാക്കുകളാണ് ക്ലവർ, വൈസ്, ബ്യൂട്ടിഫുൾ. ക്ലവർലി, വൈസ്ലി, ബ്യൂട്ടിഫുള്ളി. ഇനി കമ്പാരിറ്റീവ് ഡിഗ്രീസ് ആണ് അടുത്തത്. ക്ലവറർ, വൈസർ, മോർ ബ്യൂട്ടിഫുൾ, മോർ ക്ലവറർ, ഇങ്ങനെയൊക്കെ പറയും. അല്ലെങ്കിൽ മോർ വൈസ്ലി, മോർ ബ്യൂട്ടിഫുള്ളി, ഇങ്ങനെയൊക്കെ പറയും. ഓക്കെ, പോസിറ്റീവില് ക്ലവർ, വൈസ്, ബ്യൂട്ടിഫുൾ, ക്ലവർലി, വൈസ്ലി, ബ്യൂട്ടിഫുള്ളി. കമ്പാരിറ്റീവ് ഡിഗ്രിയിലാവുമ്പോൾ ക്ലവറർ, വൈസർ, മോർ ബ്യൂട്ടിഫുൾ, മോർ ക്ലവർലി, മോർ വൈസ്ലി, മോർ ബ്യൂട്ടിഫുള്ളി. ദെൻ അടുത്തതാണ് സൂപ്പർലേറ്റീവ് ഡിഗ്രി. ക്ലവറസ്റ്റ്, വൈസ്റ്റ്, മോസ്റ്റ് ബ്യൂട്ടിഫുൾ, മോസ്റ്റ് ക്ലവർലി, മോസ്റ്റ് വൈസ്ലി, മോസ്റ്റ് ബ്യൂട്ടിഫുള്ളി. ഇനി നോക്കുക, ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു കോമൺ ടേമായിട്ട് നമ്മൾ എവിടെ നിന്ന് പഠിക്കുന്നത്. അതായത് ഇതൊക്കെയാണ് നമ്മൾ കോമൺ ആയിട്ട് നമ്മൾ ഒരു ഗ്രാമർ പാർട്ടായിട്ട് പഠിക്കുന്നത്. ഇനി ഇതിനെ നമ്മൾ സിമ്പിൾ ആക്കുകയാണ്. കമ്പാരിറ്റീവ് ഡിഗ്രിയിൽ സാധാരണ നമ്മൾ കാണുന്ന ചോദ്യങ്ങളെ സിമ്പിൾ ആക്കുകയാണ്. വേറെ ഒന്നുമില്ല. ഒരു കോഡ് ശ്രദ്ധിക്കൂ. ദാ എറുമ്പ് സമം ദാ എറുമ്പ്, ദായറ് ദായെറുമ്പ്, ദായെറുമ്പ് ദായെറുമ്പ്. മനസ്സിലായില്ല അല്ലേ? തുടക്കത്തിൽ ദാ പ്ലസ് എറുമ്പ്, ദാ പ്ലസ് കമ്പാരിറ്റീവ് ഡിഗ്രി വന്നാൽ, ദാ പ്ലസ് എറ് വന്നാൽ അടുത്ത ഭാഗത്ത് എന്ത് തന്നെയാണ് വേണ്ടത്? കോമയ്ക്ക് ശേഷം ദാ പ്ലസ് എറ് തന്നെ. ദാ എറുമ്പ് ദാ എറുമ്പ്, ഇത്ര പഠിച്ചാൽ മതി. ദാ എറുമ്പ് എന്ന് കഴിഞ്ഞിട്ട് പിന്നെ ദാ എറുമ്പ് എന്ന് പറയരുത്. ദാ എറുമ്പ്, ദാ എറുമ്പ്, സമം ദാ എറുമ്പ്. ഇനി എക്സാമ്പിളിലേക്ക് പോയി നോക്കുക. The higher you climb a Himalayan peak, dash you feel. The higher you climb a Himalayan peak, dash you feel. ഓപ്ഷൻ ശ്രദ്ധിക്കൂ. The most colder. അടുത്ത ഓപ്ഷൻ ശ്രദ്ധിക്കൂ. The colder. അടുത്ത ഓപ്ഷൻ ശ്രദ്ധിക്കൂ. Colder. അടുത്ത ഓപ്ഷൻ ശ്രദ്ധിക്കൂ. More colder. ഏതാ ശരി?
നമ്മൾ പഠിച്ചു ദായറമ്പ് സമം ദായറമ്പ്. ഏതാ? ദ ഹയർ യു ക്ലൈംബ് എ ഹിമാലയൻ പീക്ക് ദ കോൾഡർ യു ഫീൽ. കാരണം ദ ഹയർ, അപ്പുറത്ത് എന്ത് മതി? ദ കോൾഡർ. ക്ലിയർ ആയോ? അടുത്തൊരു ചോദ്യം ശ്രദ്ധിക്കൂ. ദ മോർ യു ഗെറ്റ് ഡാഷ് യു സ്പെൻഡ്. ദ മോർ യു ഗെറ്റ് ഡാഷ് യു സ്പെൻഡ്. അപ്പം എന്താ നമ്മൾ ഉപയോഗിക്കുക? ദ മോസ്റ്റ് ഉണ്ട്, മോർ ഉണ്ട്, മച്ച് ഉണ്ട്, ദ മോർ ഉണ്ട്. എന്താ? ദ പ്ലസ് എറുമ്പ് കണ്ടു. ഞാൻ ഏതാ നോക്കേണ്ടത്? ദ പ്ലസ് മോസ്റ്റ് എസ് ടി പറ്റുമോ? പറ്റൂല. പിന്നെ ഏതായാലും അതിനകത്ത് ശരി ഉണ്ടാവുക ദ മോർ. ദ മോർ യു ഗെറ്റ്, ദ മോർ യു സ്പെൻഡ്. ഓക്കെ. ഇനി ചില എക്സാമ്പിളുകൾ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അവയൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ദ ഓൾഡർ ഐ ഗെറ്റ്, കോമ ദ ഹാപ്പിയർ ഐ ആം. ദ ഓൾഡർ ഐ ഗെറ്റ്, കോമ the happier I am. The more dangerous it is, comma, the more I like it. The more dangerous it is, comma, the more I like it. The more I study, the wiser I become. The more I study, the wiser I become. കണ്ടോ? ദ പ്ലസ് എർ സമം ദ പ്ലസ് എർ വന്നത്. അടുത്തത് the stronger the tea is. The stronger the tea is, comma, dash, the better. അടുത്തത് the more money she makes, the less she spend. ഓക്കെ. അടുത്തത് നോക്കൂ. The earlier you come, the better. The earlier you come, the better. The harder you work, the easier you win. The harder you work, the easier you win. ഇതൊക്കെയാണ് ദ മോർ എന്ന് പറയുന്നത് കമ്പാരിറ്റീവ് ഡിഗ്രീസിൽ. ദ പ്ലസ് എർ സമം ദ പ്ലസ് എർ പഠിച്ചല്ലോ. ഇനി നോക്കൂ, ചില വാക്കുകൾ ഇതുമായി ബന്ധപ്പെട്ട് പോസിറ്റീവിലും സൂപ്പർലേറ്റീവിലും ഒക്കെ വരാറുണ്ട്. അതും കൂടെ നമുക്കൊന്ന് പ്രതിപാദിച്ചു നോക്കാം. യു ആർ പ്ലേസ്ഡ് അണ്ടർ സസ്പെൻഷൻ അൻറ്റിൽ ഡാഷ് ഓർഡർ. യു ആർ പ്ലേസ്ഡ് അണ്ടർ സസ്പെൻഷൻ അൻറ്റിൽ ഡാഷ് ഓർഡർ. ഇവിടെ നോക്കൂ, കമ്പാരിറ്റീവിലെ ഒരു വാക്കാണ് ഇതിനകത്ത് തന്നിട്ടുള്ളത്. നെക്സ്റ്റ് ഉണ്ട്, അത് നമുക്ക് വേണ്ട. ഫർദർ ഉണ്ട്, ഫാർദർ ഉണ്ട്, ഫ്യൂച്ചറുണ്ട്. ഫർദർ ഫ്യൂച്ചർ. ഇവിടെ നോക്കൂ, ഫർദർ എന്ന് പറഞ്ഞാലും ഫാർദർ എന്ന് പറഞ്ഞാലും കമ്പാരിറ്റീവ് ഡിഗ്രിയിലെ വാക്കുകളാണ്. ഇവ രണ്ടും കൂടുതൽ അകലെ എന്ന അർത്ഥത്തിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. എന്നാൽ നോക്കൂ, ഇവിടെ ഉചിതമായിട്ടുള്ളത് എന്താണ്? ഇവിടെ ഉചിതമായിട്ടുള്ളത് ഫർദർ എന്നാണ്, ഫാർദർ എന്നല്ല, ഫർദർ. ഓക്കെ. അതായത് ഈ ഫർദറിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അഡീഷണൽ എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന വാക്ക് കൂടിയാണ് ഫർദർ. നമ്മളിങ്ങനെ പറയലുണ്ട്, ആർ ദർ എനി ഫർദർ ക്വസ്റ്റ്യൻ, ആർ ദർ എനി ഫർദർ ക്വസ്റ്റ്യൻ. കേട്ടിട്ടില്ലേ? ഇങ്ങനെ പറയാറുണ്ട്. അഡീഷണൽ എന്ന അർത്ഥത്തിൽ കൂടെ നമ്മൾ ഇത് ഉപയോഗിക്കാറുണ്ട്. ക്ലിയർ ആയല്ലോ? അതുകൊണ്ട് നമ്മൾ എന്താ ഉപയോഗിക്കുക? യു ആർ പ്ലേസ്ഡ് അണ്ടർ സസ്പെൻഷൻ അൻറ്റിൽ ഫർദർ ഓർഡർ. ക്ലിയർ ആയല്ലോ? അടുത്തൊന്നാണ് ഹി ഈസ് സ്റ്റിൽ ഇൽ. ഇല്ലെന്ന അസുഖം. ഹി ഈസ് സ്റ്റിൽ ഇൽ, കൊമ ബട്ട് ഡാഷ് ബെറ്റർ ദാൻ ഹി വാസ്. ഹി ഈസ് സ്റ്റിൽ ഇൽ ബട്ട് ഡാഷ് ബെറ്റർ ദാൻ ഹി വാസ്. അവിടെ തരും നമുക്ക് മച്ച്, മോർ, വെരി ടു. കമ്പാരിറ്റീവ് ഡിഗ്രിയുടെ കൂടെ അതുപോലെ ഡിഗ്രിയുടെ കൂടെ വെരി ടു സാധാരണ ഉപയോഗിക്കാറില്ല. അതിൻ്റെ ആവശ്യമില്ല നമുക്ക്. നമ്മൾ ഡൗട്ട് അടിക്കുന്നത് എവിടെയാണ്? മച്ച്, മോർ. നോക്കൂ, ഓൾറെഡി ഇതിനകത്ത് എന്തുണ്ട്? ബെറ്റർ. അപ്പോൾ രണ്ട് കമ്പാരിറ്റീവ് ഡിഗ്രീസിലെ രണ്ട് ടേംസ് ഒപ്പം ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതിനകത്ത് ഏതാ ശരി?
മച്ച്, മോർ, വെരി, ടു. വെരി, ടുവിനെ നമ്മൾ ഒഴിവാക്കി. പിന്നെ ഏതാ ശരിയുള്ളത്? മോറാണോ? അല്ല, മച്ച് എന്നാണ് നമ്മൾ അവിടെ ഉപയോഗിക്കുന്നത്. ഹി ഈസ് സ്റ്റിൽ ഇൽ ബട്ട് മച്ച് ബെറ്റർ ദാൻ ഹി വാസ്. ഓക്കെ. ഇനി മറ്റൊരു എക്സാമ്പിൾ നോക്കൂ. നോ സൂണർ ഹാഡ് ഹി റീച്ച്ഡ് ഹോം ഡാഷ് ദ ലൈറ്റ് വെന്റ് ഔട്ട്. നോ സൂണർ ഹാഡ് ഹി റീച്ച്ഡ് ഹോം ഡാഷ് ദ ലൈറ്റ് വെന്റ് ഔട്ട്. ഇവിടെ നമ്മൾ നോ സൂണറിന്റെ കൂടെ സാധാരണ എന്താ നമ്മൾ ഉപയോഗിക്കുക? എന്താ ഉപയോഗിക്കുക? ദാൻ ആണ് ഉപയോഗിക്കുക. നോ സൂണറിന്റെ കൂടെ എന്താ നമ്മൾ ഉപയോഗിക്കേണ്ടത്? നോ സൂണർ ദാൻ. നോ സൂണറിന്റെ കൂടെ എപ്പോഴും ദാൻ ഉപയോഗിക്കുക. ഓക്കെ. അതുപോലെ മറ്റൊരു എക്സാമ്പിൾ നോക്കൂ. നോ സൂണർ ഡിഡ് ഹി ടച്ച് ദ സ്വിച്ച്. നോ സൂണർ ഡിഡ് ഹി ടച്ച് ദ സ്വിച്ച് ഡാഷ് ദ മോട്ടോർ ബിഗാൻ ടു ഹം. ഡാഷ് ദ മോട്ടോർ ബിഗാൻ ടു ഹം. ഓക്കെ. അതിൽ നമ്മൾ എന്താ ഉപയോഗിക്കേണ്ടത്? ദാന്. നോ സൂണർ ഹാഡ് ഹി റീച്ച്ഡ് ഹോം ദാൻ ദ ലൈറ്റ് വെന്റ് ഔട്ട്. നോ സൂണർ ഡിഡ് ഹി ടച്ച് ദ സ്വിച്ച് ദാൻ ദ മോട്ടോർ ബിഗാൻ ടു ഹം. ഇനി വേറൊന്നും കൂടെ നോക്കൂ നിങ്ങൾ. നോ സൂണർ ഡിഡ് ദ ബെഗർ ഓപ്പൺ ദ ഗേറ്റ്. നോ സൂണർ ഡിഡ് ദ ബെഗർ, യാചകൻ, ഓപ്പൺ ദ ഗേറ്റ്, ഗേറ്റ് തുറന്നു. ഡാഷ് ദ ഡോഗ് ബിഗാൻ ടു ബാർക്ക്. ഡാഷ് ദ ഡോഗ് ബിഗാൻ ടു ബാർക്ക്. എപ്പോഴാണോ യാചകന് ഇത് തുറന്നില്ലേ? എന്ത് തുറക്കുക? ഗേറ്റ് തുറന്നു. അപ്പം ഡോഗ് കരയാൻ തുടങ്ങി, പട്ടി കുരക്കാൻ തുടങ്ങി. അവിടെ നമ്മൾ എന്താ ഉപയോഗിക്കുക? നോ സൂണർ കണ്ടു, ദാൻ ഉപയോഗിക്കുന്നു. അപ്പൊ ദ പ്ലസ് എർ സമം ദ പ്ലസ് എർ. നോ സൂണറിന്റെ കൂടെ ദാൻ ഉപയോഗിക്കുന്നു. എന്നാൽ ഹാർഡ്ലി, സ്കേഴ്സ്ലി എന്ന് പറയുന്ന വാക്കുകൾ, HARDLY അല്ലെങ്കിൽ സ്കേഴ്സ്ലി, ഇതിന്റെ കൂടെ നമ്മൾ സാധാരണ വെന്നാണ് ഉപയോഗിക്കുക. എന്താ ഉപയോഗിക്കുക? വെന്നാണ് ഉപയോഗിക്കുന്നത്. ഹാർഡ്ലി, സ്കേഴ്സ്ലി ഫോളോഡ് ബൈ വെൻ, WHEN. ഓക്കെ. അതുപോലെ നോക്കൂ, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് സീനിയർ, ജൂനിയർ എന്നൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ? പ്രയർ, സുപ്പീരിയർ, ഇൻഫീരിയർ, ഇതിൻ്റെയൊക്കെ കൂടെ നമ്മൾ സാധാരണ ടു ആണ് ഉപയോഗിക്കുക. കമ്പാരിറ്റീവ് ഡിഗ്രിയിലെ വാക്കാണേത്? സീനിയർ, ജൂനിയർ, ഇൻഫീരിയർ, സുപ്പീരിയർ എന്നൊക്കെ പറയുന്നത്. ഈ വാക്കുകളാണെങ്കിലും നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് ടു ആണ് ഉപയോഗിക്കുന്നത്. ടുവിന്റെ പ്രയോഗം നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. നോക്കൂ ഒരു വാക്ക്. രേഷ്മ ഇസ് 5 years സീനിയർ ഡാഷ് അമിത. രേഷ്മ ഇസ് 5 years സീനിയർ ഡാഷ് അമിത. രേഷ്മ ഇസ് 5 years സീനിയർ ഡാഷ് അമിത. ഇവിടെ എന്താ നമ്മൾ ഉപയോഗിക്കുക? സീനിയർ കണ്ടു, ടു ആണ് ഉപയോഗിക്കേണ്ടത്. ഇവിടെ ദാൻ ഉപയോഗിക്കരുത്. സീനിയർ നമ്മൾ കണ്ടു കഴിഞ്ഞു, അതുകൊണ്ട്. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ ആണല്ലോ അല്ലേ? അതുപോലെ ഐ പ്രിഫർ കോൾഡ് വാട്ടർ ഡാഷ് ടീ. അവിടെ നമുക്ക് ഇങ്ങനെ തോന്നും ദാന് ഉപയോഗിക്കാന്ന്. എന്താ നമ്മൾ ഉപയോഗിക്കുക? ടു ആണ് ഉപയോഗിക്കുക. പ്രിഫറിന്റെ കൂടെയൊക്കെ നമ്മൾ ടു ആണ് ഉപയോഗിക്കുന്നത്. എല്ലാവർക്കും കമ്പാരിറ്റീവ് ഡിഗ്രി മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഇനി ഒന്ന് ഓർത്തു നോക്കുക, എങ്ങനെ നമ്മൾ പഠിച്ചത്? ദ പ്ലസ് എർ സമം ദ പ്ലസ് എർ. ദ മോർ യു climb a Himalayan peak or the higher you climb a Himalayan peak, the more you colder. എങ്ങനെയാണ്? ഒന്നുകൂടെ ശ്രദ്ധിച്ചു നോക്കൂ. The higher you climb a Himalayan peak, the colder you feel. പക്ഷെ ഞാൻ ഇപ്പോൾ ഇതിന് മുന്നേ ഒരു വാക്ക് പറഞ്ഞു. എന്താ? The more you climb a Himalayan peak, the higher you feel. അങ്ങനെയൊക്കെ പറയും. ഓക്കെ, എങ്കിൽ ഏതാണ് ശരി? The higher you climb a Himalayan peak, the colder you feel. ക്ലിയർ ആയല്ലോ? ദ പ്ലസ് എർ കണ്ടു, അതുകൊണ്ട് വേറെ ദ പ്ലസ് എർ ഒന്നും വേണ്ട. ദ പ്ലസ് എർ സമം ദ പ്ലസ് എർ. കമ്പാരിറ്റീവ് ഡിഗ്രി എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട്